നമസ്കാരം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. ഈ സൗഹൃദത്തിന് പുടിന്റെ സന്ദർശനത്തിലൂടെ പുതിയ ഒരു മാനം കൂടി കൈവരികയാണ്. അതായത് ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ 1947 ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. അതിനുശേഷം ഇന്ത്യ ഏത് പ്രതിസന്ധി നേരിടുമ്പോഴും സൗഹൃദ രാഷ്ട്രം എന്ന നിലയിൽ റഷ്യ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിന്നു. റഷ്യയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലും ഇന്ത്യയുടെ സമീപനവും അതുതന്നെയാണ്. അതായത് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതും മോദിയുടെ ക്ഷണപ്രകാരം. യുദ്ധകാലത്തെ പുടിന്റെ ഇന്ത്യ സന്ദർശനം സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവും. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനൊപ്പം തന്നെ കളം പിടിക്കുന്ന ചില കൗതുകങ്ങൾ കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അതായത് അതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് പുടിനൊപ്പം ഇക്കുറി ഇന്ത്യയിലേക്ക് എത്തുന്ന റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ഓറസ് സെനറ്റ് അഥവാ ലിമോസിൻ ആണ്. റഷ്യൻ സ്വർണമെന്നറിയപ്പെടുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലോകത്തെ ഏറ്റവും മികച്ച ആഡംബര കാറുകളിലൊന്നാണിത്. സുരക്ഷയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീറ്റ്സിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന റഷ്യൻ നിർമ്മിത വാഹനമാണിത്. ചൈനയിൽ നടന്ന ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിലേക്ക് പുടിനൊപ്പം മോദി എത്തിയ അതേ വാഹനം തന്നെയാണ് ഇന്ത്യയിലും പുടിനൊപ്പം എത്തുന്നത്. റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സ് നിർമ്മിച്ച ഈ ആഡംബര കാറിന് ഒറ്റ നോട്ടത്തിൽ റോൾ റോയ്സ് ഫാൻഡറുമായും സാമ്യമുണ്ട്. 6700 mm നീളമാണ് ഓറസ് സെനറ്റിന്റെ പ്രത്യേകത. മണിക്കൂറിൽ 250 കിലോമീറ്റർ പരമാവധി വേഗതയിൽ ലിമോസിൻ പാറ പറക്കും. 6.6 ലിറ്റർ V12 എഞ്ചിനാണ് പുടിന്റെ ഔദ്യോഗിക വാഹനത്തിന് കരുത്തേകുന്നത്. 2.5 കോടി രൂപയാണ് ഈ കാറിന്റെ മതിപ്പ് വില. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ അമ്പരപ്പിക്കുന്നതാണ് ഓറസ് സെനറ്റ് എന്ന പുടിന്റെ ഈ പ്രിയ വാഹനം. ബുള്ളറ്റ് പ്രൂഫ്, ദൃഢതയേറിയ ഗ്ലാസുകൾ, പഞ്ചറായാലും നിശ്ചിത ദൂരം സഞ്ചാരം, വാഹനത്തിനുള്ളിൽ ഓക്സിജൻ സപ്ലൈ, മസാജ് സംവിധാനം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ക്രമീകരിക്കാവുന്ന സീറ്റുകളാണ് ലിമോസിന്റെ പ്രത്യേകത. ഒറ്റ വാക്കി പറഞ്ഞാൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ദില്ലിയിൽ പുടിന്റെ താമസമാകട്ടെ ITC മൗര്യ ഹോട്ടലിലെ ഗ്രാൻഡ് പ്രസിഡൻഷ്യൽ സൂട്ടിലാവും. അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്ന ബിൽ ക്ലിന്റനും ബരാക് ഒബാമയും അടക്കം പ്രമുഖർ താമസിച്ചിട്ടുള്ള അതേ സ്യൂട്ടിലാകും പുടിനും അന്തിയുറങ്ങുക. പുടിന്റെ താമസ സമയത്ത് നിശ്ചിത നില പൂർണ്ണമായും അടച്ചിട്ടിരിക്കും. സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും ഇവിടെ മുൻഗണന നൽകും. റഷ്യൻ എണ്ണ ഇറക്കുമതി, കയറ്റുമതി രംഗത്ത് US പ്രസിഡന്റ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണി തുടങ്ങിയ നിരവധി വിഷയങ്ങളാവും പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ചർച്ചയാവുക. എന്തായാലും പുടിന്റെ ഇന്ത്യ സന്ദർശനം കഴിയുന്നത് ട്രംപിന്റെ വക അടുത്ത വിരലിനുണ്ടാകാം. ഇന്ത്യയോട് എന്നും റഷ്യ അടുക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകും തോറും അതിനെ എങ്ങനെ തടയിടാം എന്ന ഗവേഷണത്തിലാണ് ട്രംപ്.